നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2025 വിഷുഫലമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശനി മീനത്തിലും വ്യാഴ ഇടവത്തിലും നിൽക്കെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി പുലർച്ചയ്ക്ക് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം മേട വിഷു സംക്രമം തിങ്കളാഴ്ചയാണ്. 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പായിട്ടാണ്. ജ്യോതിഷത്തിൽ പുലരുമ്പോഴാണ് പുതിയ ആഴ്ച ആയിട്ട് കണക്കാക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഞായറാഴ്ച രാത്രി വെളുക്കുന്നതിന് മുമ്പാണ് വിഷു സംക്രമം നടക്കുന്നത്. അപ്പോൾ തിഥി, കരണം, നിത്യയോഗം, നക്ഷത്രം ഇതെല്ലാം പ്രധാനമായിട്ടാണ് വിഷുഫലം ഗണിക്കുന്നത്. സംക്രമ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. അപ്പോൾ ഈ സംക്രമ നക്ഷത്രത്തെ ആസ്പദമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പം ഉത്രട്ടാതി നക്ഷത്രക്കാർ മധ്യഷട്കം എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പം ഈ ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം എന്ന് ഷട്കം എന്ന് അവസാനിക്കുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുകൂലമാണ്. എന്നാൽ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്ന് 3 ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അതിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര അനുകൂലമായിരിക്കുകയുമില്ല. അപ്പം ഉത്രട്ടാതിക്കാർ മധ്യഷട്കം എന്ന വിഭാഗത്തിലായതുകൊണ്ട് അനുകൂലമായ വിഷുഫലമാണ്. തൊഴിൽ രംഗത്ത് നേട്ടവും ഗുണകരമായ മാറ്റങ്ങളും ഉണ്ടാകും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, ഇൻക്രിമെൻറ്റുകൾ അല്ലെങ്കിൽ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കാം. പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. ബിസിനസ്സിൽ ഗുണകരമാണ്. കലാരംഗത്ത് വിഷുഫലം ഗുണകരമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവർക്ക് ജന്മശനിയുടെ ആരംഭമാണ് ഗ്രഹസ്ഥിതി കൊണ്ട് എങ്കിലും വിഷുഫലം അനുസരിച്ച് ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ജന്മശനിയുടെ കാലമാണ്. മീനത്തിലാണിപ്പം ശനി സഞ്ചരിക്കുന്നത്. മീനക്കുറി വരുന്ന നക്ഷത്രങ്ങളാണല്ലോ ഉത്രട്ടാതിയും രേവതിയും ഒക്കെ, പൂരട്ടാതിയുടെ അവസാന പാദവും. അപ്പം കർമ്മമേഖലയിൽ നമ്മൾ സ്വയം പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യും. സ്വന്തം വാക്കുകളും നിലപാടുകളും മറ്റുള്ളവരിൽ കൂടെ പകർത്താൻ സാധിക്കും. പക്ഷേ വേണ്ടത്ര ആലോചിച്ച് ചെയ്യാത്ത തീരുമാനങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ ഇടപാടുകൾക്ക് പലപ്പോഴും സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ പ്രതിസന്ധികൾ ഉണ്ടാകാം. അതുകൊണ്ട് അതൊക്കെ നിയമപരമായിട്ട് ചെയ്യുക. വ്യവഹാരങ്ങൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള വ്യവഹാരങ്ങൾ തുടർന്നു പോകാൻ സാധ്യതയുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. പണത്തിന് അധിക ചെലവ് ഉണ്ടാകും. വൃദ്ധരായ ആൾക്കാർക്ക് അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ സംജാതമായേക്കാം. വ്യായാമവും ഭക്ഷണ ക്രമീകരണവും വളരെ അത്യാവശ്യമാണ്. പ്രായമായവർക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുള്ളവർക്ക് നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ട ആവശ്യകത ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ പരിശ്രമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഒന്നിലേറെ മാർഗങ്ങളിൽ നിന്ന് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകും. പിന്നെ ജോലിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് മേലധികാരിയുടെ പ്രീതിയോ അതിലൂടെ ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ശമ്പള വർധനമൊക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് നക്ഷത്രപ്രകാരം ഫലം നോക്കുമ്പോൾ പല കാര്യങ്ങളും സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ദേഹസുഖം കുറയും. വീടിന് അറ്റകുറ്റപ്പണികൾ പലതും വേണ്ടിവരും. പിന്നെ ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ദൂരയാത്രകൾ വേണ്ടി വരുന്ന ഒരു വർഷമാണ്. രോഗദുരിതങ്ങൾ ക്രമേണ കുറയുന്നതാണ്. ജലജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. മാനസികമായ ഉത്കണ്ഠ, അനാവശ്യമായ ഉത്കണ്ഠ പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. ഉദര സംബന്ധമായ വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് നക്ഷത്രപ്രകാരമായിട്ട് ഫലം കാണുന്നത്. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ആയം, വ്യയം, കന്തായം എന്നീ ഫലങ്ങളാണ്. മീനക്കൂറിൻ്റെ ആയം 5ഉം വ്യയം 5ഉമാണ്. അതുകൊണ്ട് വരവും ചെലവും തുല്യമായിരിക്കും. പലപ്പോഴും പണം ലഭിച്ചാലും
ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ ചിലവായി പോകും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായേക്കാം. ഒട്ടും വിചാരിച്ചിരിക്കാതെ ചിലവുകൾ വന്നേക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം 003 അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സുഖക്കുറവുണ്ടാകാം, ധനലാഭം കുറയാം. ചിങ്ങം മുതൽ 4 മാസം മനസ്സിന് ശരാശരി സുഖം മാത്രം ലഭിക്കുക, പലവിധ അലച്ചിലുകളുണ്ടാകുക, ശരാശരി ധനലാഭം ഉണ്ടാവുക. ഇവയും ധനു മുതൽ 4 മാസം ശരാശരി ധനവും എന്നാൽ മനസ്സിന് തൃപ്തിയും സാമാന്യം സുഖാനുഭവങ്ങളും ഫലമാകുന്നുണ്ട്. ഇതാണ് ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഫലങ്ങൾ. ഇനി വഴിപാടുകളെപ്പറ്റി നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശിനാഥനായ വ്യാഴത്തെ അവർ നിത്യവും ഭജിക്കുകയാണെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വിഷ്ണു ഭഗവാന്റെ സ്തോത്രങ്ങളോ നാമങ്ങളോ നിത്യവും ഭജിക്കുക. സൂര്യദശയോ കുജദശയോ കേതുർദശയോ ആണെങ്കിൽ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്രത്തിൽ ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണയോ പാൽപ്പായസമോ സമർപ്പിക്കുക, അല്ലെങ്കിൽ നെയ്വിളക്ക് തെളിക്കുക. പിന്നെ ഉത്രട്ടാതിയും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ പൂയം, അനിഴം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രീകൃഷ്ണ ഭജനം നടത്തുകയാണെങ്കിൽ ദേഹാരിഷ്ടതകളൊക്കെ കുറയും, വിദ്യാർത്ഥികൾക്കും വളരെ ഗുണകരമാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ചിത്രത്തിന് മുന്നിൽ വീട്ടിൽ തന്നെ ഒരു നെയ്വിളക്ക് തെളിച്ച് ബുധനാഴ്ച തോറും പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ നാമങ്ങൾ ധാരാളം ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു നാമമോ സ്തോത്രമോ ജപിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മുടെ ദോഷങ്ങൾ മാറും, ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സാമാന്യമായ വിഷുഫലം. ചാനൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.